എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രേവതിക്കുട്ടി കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ആകാംക്ഷയുള്ള ചേച്ചി പെട്ടെന്ന് പറ, എനിക്ക് ശ്വാസം മുട്ടുന്നു, എന്നിട്ട് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനു മുമ്പ് സ്റ്റാൻലി വീട്ടിൽ വന്നാണല്ലോ ബാലേന്ദ്രൻ്റെ ക്ലയൻറ്റാന്ന് പറഞ്ഞത്, ആ കാര്യങ്ങളും എല്ലാം പറയുന്നു. അങ്ങനെ എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ഭയങ്കര ഒരു ഞെട്ടലാണ് രേവതിക്കുട്ടിക്ക്. രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞ സ്റ്റാൻലിക്ക് അവിടെ ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലേ, അവരൊക്കെ ചേച്ചി അംഗീകരിക്കുമോ? ഇനി ചേച്ചി അങ്ങോട്ട് ചെന്നതിൻ്റെ പേര് അവിടെയും കുടുംബകലഹം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയത്തില്ല മോളെ, ഏതായാലും ഇവിടെ അവരില്ല, അവർ മറ്റൊരു വീട്ടിലാണ് എന്ന് പറയുമ്പം ഇനിയിപ്പോൾ എന്താകുമല്ലേ, എനിക്കാണെങ്കിൽ ആകെ ടെൻഷനാകുന്നു എന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അലീനെ ഫോൺ വയ്ക്കുന്നു. അലീനെ ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും രേവതിക്കുട്ടി മാമച്ചാൻ്റെ ഗ്രേസിയമ്മയുടെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് അലീനയുടെ കാര്യം പറയുവാണ്. അലീന ചേച്ചി ഇപ്പോൾ എവിടെയാണെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പം അവൾ പാലായിൽ നിന്ന് പോയി എന്ന് നീ പറഞ്ഞു, എവിടെയാ ഇപ്പം എന്ന് ചോദിക്കുന്നു. അന്നേരം കുളത്തുപുഴയിലാണ് എന്ന് പറയും. അന്നേരം കുളത്തുപുഴയിലോ, അവിടെ ആരാ ഉള്ളത് എന്ന് ചോദിക്കുന്നതേക്കും രേവതിക്കുട്ടിയുടെ സ്വഭാവം അറിയാമല്ലോ, നാടകീയമായിട്ട് അങ്ങ് ആഗ്രഹം തൊട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് സ്റ്റാൻലി ജോസഫ് എന്ന പട്ടാളക്കാരൻ്റെ വീട്ടിലെത്തിയ കാര്യം വരെ പറയുന്നു. അന്നേരം സ്റ്റാൻലി ജോസഫോ അതാരാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും രേവതിക്കുട്ടിയുടെ ഫോണിലേക്ക് അലീനെ വിളിക്കുവാണ്. എന്നിട്ട് പറയും, മോളെ ഞാൻ ഇവിടെയാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ നീ എല്ലാം പറഞ്ഞു, പക്ഷേ സ്റ്റാൻലി ജോസഫ് എന്ന പേര് മാത്രം പറയരുത്, അതിന് പകരം വേറൊരു പേര് പറഞ്ഞാൽ മതി എന്ന് പറയും. അന്നേക്കും രേവതിക്കുട്ടി, അയ്യോ ചേച്ചി, ഞാൻ ആ പേര് ഇവിടെ ആൻറ്റിയോടും അങ്കിളിനോടും പറഞ്ഞുല്ലോ എന്ന് പറയുമ്പം അത് സാരമില്ല, അങ്കിളും ആൻറ്റി അറിഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ പേര് അങ്ങ് കൊല്ലപ്പള്ളിയിലുള്ളവരോ കടപ്പാട്ടൂരുള്ളവരോ ഒന്നും അറിയാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയും. അന്നേരം അത് ഞാൻ പറയുന്നില്ല എന്ന് പറയും. എന്നിട്ട് ആൻറ്റി ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ ആൻറ്റിയുടെ കൈ കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറയും. അങ്ങനെ ഗ്രേസിയമ്മയുടെ കയ്യിലോട്ട് ഫോൺ കൊടുക്കുമ്പം ഗ്രേസിയമ്മ ചോദിക്കും, അപ്പോൾ നീ ആ പട്ടാളക്കാരൻ്റെ വീട്ടിലാണോ ഇപ്പം എന്ന് ചോദിക്കുവാണ്. അന്നേരം അതെ, ആ പട്ടാളക്കാരൻ്റെ വീട്ടിലാണ്, ആ പട്ടാളക്കാരൻ്റെ പേര് സ്റ്റാൻലി ജോസഫ് ആണ് എന്നാണ് എന്നോട് പറയുന്നു. അന്നേരം സ്റ്റാൻലി ജോസഫിൻ്റെ വീടോ? അപ്പം സ്റ്റാൻലി ജോസഫ് മോളിലെ പപ്പയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, എൻ്റെ പപ്പയുടെ വീട്ടിലാണ് ഞാൻ, എൻ്റെ അച്ഛൻ തേടി നടന്ന് അലഞ്ഞ് കണ്ടുപിടിച്ച് തന്നതാണ് എന്ന് പറയുമ്പോഴേക്കും ഗ്രേസിയമ്മയ്ക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. എൻ്റെ ഈശ്വര, എന്തൊക്കെയാണ് ഈ നടക്കുന്നത്, ഏതായാലും ലാസ്റ്റ് മോൾ എത്തേണ്ടടുത്ത് തന്നെ എത്തിയല്ലോ എന്നൊക്കെ പറയുന്നു. അന്നേരം ഇനി ഇവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല ആൻറ്റി എന്ന് പറയും. എന്നിട്ട് അങ്കിളിൻ്റെ കൈ കൊടുക്കാൻ പറയും. അതുപോലെ മാമച്ചായനോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം മാമച്ചായനോട് ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരു പേര് കേട്ടിട്ടുണ്ടോ മാമച്ചായൻ? സ്റ്റാൻലി ജോസഫും പട്ടാളത്തിലായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയുമ്പോൾ എവിടെയോ കേട്ട് മറന്നതുപോലെ തോന്നുവാണ് എന്നൊക്കെ പറയും. അങ്ങനെ മാമച്ചായനോടും ഗ്രേസിയമ്മയോടും ഒക്കെ ഫോണിൽ സംസാരിച്ചതിന് ശേഷം അലീന ഫോൺ വയ്ക്കുന്നു. ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ഗ്രേസിയമ്മ, എന്നാലും ബാലേന്ദ്രനെ സമ്മതിക്കണം കേട്ടോ, തേടി നടന്നിട്ടാണെങ്കിലും അലീനയുടെ പപ്പയെ കണ്ടുപിടിച്ചല്ലോ, എന്നിട്ട് അയാളുടെ കയ്യിൽ തന്നെ അലീനെ ഏൽപ്പിച്ചല്ലോ, അയാളൊരു നല്ല മനുഷ്യനാട്ടോ, ഏതായാലും ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ് ബാലേന്ദ്രൻ്റെ ഗ്രേസിയമ്മ. അന്നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കും കേട്ടോ മാമച്ചായൻ. എന്നിട്ട് നിങ്ങൾ എന്നത് ഈ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ, ഈ റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്, അങ്ങനെ ഒരു പേര് ഞാൻ എവിടെയോ കേട്ട പോലെ തോന്നുവാണ്, നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും ഗ്രേസിയമ്മയോട്. അന്നേരം ഗ്രേസിയമ്മ പറയും, എനിക്കറിയാവുന്ന ഏക പട്ടാളക്കാരൻ മാമച്ചായനാണ്, അല്ലാതെ വേറെ ആരെയും എനിക്കറിയില്ല എന്ന്. അത് കഴിഞ്ഞ് കുറേ നേരം ആലോചിച്ച് നോക്കുന്നുണ്ട് കേട്ടോ, എവിടെ കേട്ട പേരാണ് എന്ന് അറിയാൻ വേണ്ടി മാമച്ചായൻ, പക്ഷെ കിട്ടുന്നില്ല. അവരും മറന്നുപോയതാണ് ഈ പേര്, ശരിക്കും ഷെറിൻ്റെ ചേട്ടനല്ലേ സ്റ്റാൻലി ജോസഫ്, ആ രീതിയിലാണ് അവരുടെ പേര് കിട്ടേക്കുന്നത്. വർഷങ്ങളായതുകൊണ്ട് അവർക്കത് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ കാണിക്കുന്നത് അലീനയാണ്. അലീന പട്ടിക്കുട്ടന്മാരുടെ കൂടെയൊക്കെ ഇരുന്നൊക്കെ കുറേ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് തന്നെ സംസാരിക്കുവാണ്, എനിക്കിവിടെ വേറെ ആരോടും ഒന്നും കൂട്ടുകൂടാനില്ല, പിന്നെ വേറെ ഒന്നും ചെയ്യാനും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ബലിയാടാക്കുന്നത്, ഇങ്ങനെയുള്ള പരിപാടികൾ ഇനി എന്നും കാണും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അതുങ്ങളോട് സംസാരിക്കുകയും അവരെ തലോടുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കും. അപ്പോൾ അലീന ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങ് മാറി നിന്ന് പൗലോസും ബൈജുവും കാണുന്നുണ്ട്. അന്നേരം അവർ ഇങ്ങനെ പരസ്പരം പറയുവാണ്, ഈശ്വര, ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്, ഇതെന്തൊരു മറുമായുവാ, ശരിക്കും ആ പട്ടികൾ എങ്ങനെയാണ് ആ കുഞ്ഞുമായിട്ട് ഇങ്ങനെ അടുത്തത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം പൗലോസ് പറയുന്നുണ്ട്, അത് നേരെ ഇന്നാളൊരു ദിവസം ഈ വീട് ഷൂട്ടിങ്ങിന് കൊടുക്കുമോ എന്ന് ചോദിച്ചൊരു സിനിമാക്കാരൻ ഇവിടെ വന്നു, അവനെ കടിച്ച് കീറിയാണ് ആ കുണി പോകുന്നവൻ വിട്ടത്, എന്നിട്ട്
എന്നിട്ടിപ്പോൾ കണ്ടില്ല ഒരു മണഗുണാഞ്ചനെ പോലെ ഇപ്പോൾ കൊച്ചിൻ്റെ പുറകെ നടക്കുന്നത് എന്ന് പൗലോസ് പറയും. അതുപോലെ ബൈജുവും പറയുന്നുണ്ട്, ബൈജു ആദ്യമായിട്ട് വന്ന ദിവസം പട്ടി ഓടിച്ച് മരത്തെ കയറ്റി. അതിനുശേഷം സ്റ്റാൻലി ഇറങ്ങി വന്ന് സംസാരിച്ചപ്പോഴാണ് പട്ടികൾ അകത്തേക്ക് പോകുന്നതും ബൈജുവിന് ആ മരത്തിൽ നിന്ന് ഇറങ്ങാനും പറ്റിയത്. പക്ഷേ ഇതെങ്ങനെ അലീനയുമായിട്ട് അടുത്തു എന്ന് അവർക്ക് ഭയങ്കര സംശയം. അലീന ഇടയ്ക്ക് ഫോണിൽ നോക്കും. അത് കഴിഞ്ഞ് പട്ടികളോട് വാ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ അതുങ്ങൾ അലീനയുടെ പുറകെ ഇങ്ങനെ നടക്കും കേട്ടോ. അത് കഴിയുമ്പം ബൈജു പറയുക ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ആ കുഞ്ഞിനോട് തന്നെ ചോദിച്ചു നോക്കാം എന്ന്. അത്രയും കഴിഞ്ഞ് അലീന ഈ ഫോട്ടോസ് എല്ലാം ഭവതിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഭവതിയും കൃഷ്ണമോളോട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫോട്ടോസ് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുക. അന്നേരം ബാക്കിൽ സോഫയിൽ വൈജയന്തി ഇരിപ്പുണ്ട് കേട്ടോ. വൈജയന്തി ഇടയ്ക്കിടയ്ക്ക് ഇവർ നോക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരോടെ ഫോട്ടോ നോക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു, അങ്ങനെ ഇരിക്കുക. കുറേ കഴിയുമ്പോഴേക്കും വൈജയന്തി എഴുന്നേറ്റ് വരും. എന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുമോ ഇവിടെ, കുറേ നേരമായാലോ, പഠിക്കാനൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ സ്റ്റഡി ടൈം ആകുന്നതേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് സ്റ്റഡി ടൈമോ മനസ്സിലായില്ല, ആ സമയത്ത് പഠിക്കാവുള്ളൂ, അല്ലാത്ത സമയത്ത് പഠിച്ചാൽ തലയിലോട്ട് കയറിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് അമ്മ എന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നത്, അമ്മ ഉണ്ടായിരുന്നപ്പം ഇങ്ങനെയായിരുന്നോ, അല്ലല്ലോ, പിന്നെ ഇതിന് ഇപ്പോൾ കുറേ ചിട്ടയായിട്ട് വരുന്നത് എന്ന് ചോദിക്കുന്നു. അന്നേരം അതിനാടി ഞാൻ ചിട്ടയായിട്ട് വന്നാൽ നിനക്ക് ഞാൻ പറഞ്ഞത് കേട്ടാൽ എന്തോ കുഴപ്പം എന്ന് വെച്ചാൽ അലമ്പിനിയില്ലെന്തേക്കും കൃഷ്ണമോൾ പറയും അമ്മ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ പഠിച്ചോളാം, അമ്മ ഇത് പ്രശ്നമാക്കണ്ട എന്ന് പറയുവാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം, ഞാനിതൊക്കെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. വൈജയന്തി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും കൃഷ്ണമോൾ ചോദിക്കും എന്തിനാ അമ്മയോട് വെറുതെ ആലമ്പനി ചെല്ലുന്നത്, അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പം ഭവതി ചോദിക്കും അതേ നീ പറഞ്ഞ അതേ കാര്യമല്ലേ ഞാൻ അമ്മയോട് പറഞ്ഞത്, പിന്നെ എന്നോട് മാത്രം എന്തിനാണ് വെറുതെ വഴക്കിന് വരുന്നത് എന്ന് ചോദിക്കുമ്പം അതെന്നാണെന്നറിയാവോ, ചേച്ചി അമ്മയുടെ മാനസപുത്രിയായിരുന്നു, വൈജയന്തിയുടെ ഫോട്ടോ കോപ്പി, ചേച്ചി നന്നായി പോയതിൻ്റെ വിഷമമാണ് അമ്മയ്ക്ക് എന്ന് കൃഷ്ണമോൾ പറയും. അന്നേരം ഭവതി പറയുന്നുണ്ട് അതിനെ ഞാൻ നന്നാകാൻ നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു, നീ ആ രീതി പറയണ്ട എന്ന്. എന്നിട്ട് രണ്ടുപേരോടെ നമുക്ക് ബാക്കി ഫോട്ടോസോടെ നോക്കാം എന്ന് പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ മുകളിൽ നിന്ന് ഇറങ്ങി വരെ. അന്നേരം ബാലേന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ട് വൈജയന്തി ബൈക്കിലിരിക്കുന്നത്, വൈജയന്തി ശ്രദ്ധിക്കുന്നുണ്ട് ബാലേന്ദ്രനെ. ബാലേന്ദ്രൻ പയ്യെ നടന്ന് പിള്ളേരുടെ അടുത്ത് വരും. എന്നിട്ട് എന്താ ഇവിടെ ഒരു പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ അലീനി ചേച്ചി അയച്ചെന്ന് ഫോട്ടോസ് കാണുമായിരുന്നു എന്ന് പറയുമ്പോൾ ആഹാ അലീനി ചേച്ചി അയച്ചെന്ന് ഫോട്ടോസാണോ, എങ്കിൽ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഭയങ്കര ഒരു ഇഷ്ടത്തോടെ പറയുന്ന പോലെയൊക്കെ കാണിക്കുവാണ്. വൈജയന്തി കാണിക്കാൻ വേണ്ടി തന്നെ കാണിക്കുന്നതാണ്. ഇടയ്ക്ക് വൈജയന്തി നോക്കുന്നുണ്ട്. എന്നിട്ട് പിള്ളേരുടെ കൂടെ അവിടെ ഇരിക്കും. എന്നിട്ട് ഈ ഫോട്ടോസൊക്കെ കാണുമ്പം പിള്ളേർ പറയുന്നുണ്ട് ആ പട്ടികളൊക്കെ ആയിട്ട് ചേച്ചി എത്ര പെട്ടെന്ന് ഇണങ്ങിയതെന്ന് നോക്കി, എന്ത് രസം അവരെ കാണാൻ എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ ആദ്യം കണ്ടത് ഞാനല്ലേ, ഞാനും ഗോവർദ്ധനും കൂടി ആദ്യമായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ഈ പട്ടികളെ കണ്ടിട്ട് ഗോവർദ്ധൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല, പേടിച്ചത്തെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു, പിന്നെ ഞാൻ ധൈര്യമായിട്ട് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയുന്നു. അന്നേരം വൈജയന്തി ഇത് കേൾക്കുന്നുണ്ട്. വൈജയന്തിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം അച്ഛാ ഈ പരിപാടി ശരിയാക്കിയാലോ കേട്ടോ, ഞങ്ങൾ എന്നാ ഇനി അങ്ങോട്ട് കൊണ്ടുപോകണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ആലോചിക്കാം എന്ന് പറയും. നമുക്ക് അലീനി ചേച്ചിക്ക് അവിടെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് വിളിച്ചു ചോദിച്ചാലോ എന്ന് ചോദിക്കും. അന്നേരം ചോദിക്കാമല്ലോ അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ തന്നെ ഫോൺ വിളിക്കും കേട്ടോ. ഫോൺ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും അലീന അവിടുന്ന് ഫോൺ എടുക്കുന്നു. എടുത്ത് കഴിയുമ്പോഴത്തേക്കും മോളെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എപ്പോഴാണ് വീട്ടിലെത്തിയത്, അവിടെ എങ്ങനെയുണ്ട് എന്നൊക്കെ അലീനയും അവിടുന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവിടെ ഇരുന്ന് പിള്ളേർ അതെ അച്ഛൻ മാത്രമല്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് ഭവതിയും കൃഷ്ണമോളും പരിചയപ്പെടുത്തുന്നു. അന്നേരം ഇവരിങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി അലീനയോട് സംസാരിക്കുന്നത് വൈജയന്തിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. വൈജയന്തിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒരു സംസാരം അവിടെ ഉണ്ടാകാൻ വേണ്ടി ബാലേന്ദ്രൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയുണ്ട് മോളെ അവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല അച്ഛാ, എനിക്കിവിടെ ജോലിയൊന്നുമില്ല, അതുകൊണ്ട് വെറുതെ ഓരോന്ന് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് എന്നൊക്കെ പറയുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ബബിത അലീനയോട് ചോദിക്കും ചേച്ചി ഞങ്ങൾ എന്നാ അങ്ങോട്ട് കൊണ്ടുപോകണേ എന്ന്. അന്നേരം കൊണ്ടുവരുമൊക്കെ ചെയ്യാം, അതെ നിങ്ങളുടെ സ്റ്റഡി ടൈം അല്ലേ ഇപ്പം, എന്താ പഠിക്കാൻ പോകാത്തത് എന്ന് അലീന തിരിച്ചു ചോദിക്കും. അന്നേരം ഞങ്ങൾ പഠിക്കാൻ പോകാൻ തുടങ്ങുമായിരുന്നു, പിന്നെ അച്ഛൻ വന്നുകൊണ്ട് ഒരു 10 മിനിറ്റ് ഞങ്ങൾ നീട്ടിയെടുത്തതായെന്ന് പറയുമ്പോൾ അങ്ങനെ നീട്ടിയെടുക്കുമൊന്നും വേണ്ട, പഠിക്കുന്ന സമയം പഠിക്കണം, പോയിരുന്ന് പഠിക്കാൻ നോക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ ചെയ്യാം, ഞങ്ങൾ എപ്പോഴും അങ്ങോട്ട് കൊണ്ടുപോകുന്നേ എന്ന് പറയും. അന്നേരം അലീന പറയും അതൊക്കെ അച്ഛനാണ് തീരുമാനിക്കുന്നത്, അച്ഛനോട് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ അച്ഛൻ ഞങ്ങൾ എപ്പോഴാണ് ചേച്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണേ എന്ന് രണ്ടുപേരോട് ചോദിക്കുവാണേ. അന്നേരം അതിനൊക്കെ സമയമുണ്ട്, നമുക്ക് കൊണ്ടുപോകാം, ഇപ്പോൾ പഠിക്കാൻ പൊയ്ക്കോ എന്ന് പറയും. എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ രണ്ടുപേരോട് അങ്ങോട്ട് പോവുകയാണ്. ബാലേന്ദ്രൻ അലീനയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം ഇവർ രണ്ടുപേരുടെ അവരുടെ റൂമിലോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും വൈജയന്തി എഴുന്നേൽക്കും. എന്നിട്ട് അതെ അവിടെ
അവിടെ ഒന്ന് നിന്നി എന്ന് പറയും. അന്നേരം എന്നെ അമ്മ എന്ന് ഭവതി ചോദിക്കുമ്പം നിനക്കൊക്കെ നാണമില്ലേ ഇവിടുന്ന് പോയൊരു വേലക്കാരിയുടെ വീട്ടിലോട്ട് പിന്നെയും ചെല്ലാൻ? അവൾ ഏതോ ഒരു വീട്ടിൽ പോയി നിൽക്കുക, അങ്ങോട്ട് കെട്ടിക്കയറി ചെല്ലാൻ നാണമില്ലേ? അച്ഛൻ്റെ മക്കൾ തന്നെയാണ് നാണോ മാനം എന്ന് പറഞ്ഞ സാധനം 7 അയലക്കത്തോടു കൂടി പോയിട്ടില്ല. അതും സ്വഭാവ ദൂഷ്യത്തിനാണ് അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടത് എന്ന് ഓർക്കണം എന്നൊക്കെ പറയുന്നതെങ്കിലും അമ്മയ്ക്ക് എന്താ, അമ്മയുടെ പണി നോക്ക്, ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ അതിന് അമ്മയ്ക്ക് എന്താ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കുന്നതേക്കും വൈജയന്തി പറയുന്നുണ്ട്, നിൻ്റെയൊക്കെ സുഖയുടെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറയുന്ന കേട്ട് അനുസരിച്ച് മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കാമെങ്കിൽ മാത്രം നീയൊക്കെ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ നീയൊക്കെ ഈ വീടിൻ്റെ പുറത്തായിരിക്കും, അത് ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയുമ്പം വളരെ കൂളായിട്ട് നിന്നിട്ട് ഭവതി വയ്ക്കുവാണ്. അതുകൊണ്ടാണോ അമ്മ ഇന്നാൾ പുറത്തേക്ക് പോയത്? എന്നിട്ട് യാതൊരു കൂസലും ഇല്ലാതെ തിരിച്ചും കയറി വന്നല്ലോ എന്ന് പറയുന്നത്, എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ ബേരച്ച് കയറി വരുവാണ് വൈജയന്തിക്ക് ദേഷ്യം. എന്തെങ്കിലും കൃഷ്ണമോളാന്ന് തണുപ്പിക്കും. ചേച്ചി ഇങ്ങ് വന്നേ, അകത്തേക്ക് കയറി പോവാം, അമ്മ ഞങ്ങൾ പഠിക്കാൻ പോവാം, പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞ് ബബിതേനെ വിളിച്ചുകൊണ്ട് കൃഷ്ണമോള അകത്തേക്ക് പോകും. എന്നിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ബാലേന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ദേ ഇപ്പോൾ വരാൻ മോളെ എന്ന് അലീനയോട് പറഞ്ഞിട്ട് വൈജയന്തിയുടെ അടുത്തോട്ട് ഇല്ലുക. അന്നേരം ബബിതയും കൃഷ്ണമോള റൂമിലോട്ട് കയറി പോയല്ലോ. അന്നേരം ബാലേന്ദ്രൻ വൈജയന്തിയോട് പറയുന്നുണ്ട്, അതെ എൻ്റെ അടുത്ത് വന്ന് കയറി തരുന്നത് പോലെ പിള്ളേരുടെ അടുത്തോട്ട് ചെന്നേക്കരുത്, അവർ നേരും നെറിയുള്ള പിള്ളേരാണ്, ചിലപ്പം തിരിച്ച് കിട്ടുന്നത് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറയുന്നത്. അതേ ബാലേന്ദ്ര എന്ന് പറഞ്ഞ് പിന്നെയും പറയാൻ ചെല്ലുമ്പം എനിക്ക് മറുപടി ഒന്നും വേണ്ട, അങ്ങോട്ടൊരു കാര്യം പറയാൻ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മോളെ പറ എന്ന് പറഞ്ഞ് വീണ്ടും അലീനയോട് സംസാരിച്ചുകൊണ്ടങ്ങ് പോവാണ്. വൈജയന്തിക്ക് ദേഷ്യം വന്നു. അവിടെ ബാങ്കിലെ എന്തോ കാര്യം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് റൂമിലേക്ക് തുള്ളിച്ചാടി കയറിപ്പോയി വാതിലടയ്ക്കും. അന്തേക്കും അലീന ബാലേന്ദ്രനോട് ചോദിക്കും, എന്താ വെച്ചാൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അന്നേരം ഒരു പ്രശ്നമില്ല മോളെ, നീ അവിടുത്തെ കാര്യം പറ എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛൻ എനിക്കിവിടെ ഒരു ജോലിയില്ല, അവിടുത്തെ പോലും ഒന്നും അല്ല എന്ന് പറയുമ്പോൾ ശീലമില്ലാത്ത കാര്യങ്ങളല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അലീനയോട് സംസാരിച്ച് ബാലേന്ദ്രൻ്റെ റൂമിലോട്ടും കയറിപ്പോവും. പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലി ജോസഫിനെയാണ്. സ്റ്റാൻലി പുറത്തേക്ക് വരുന്ന സമയത്ത് കറക്റ്റ് ഇതേ ഔതുക്കുട്ടി ചായം വിളിക്കുന്നു. കട്ടക്കലിപ്പിലാണ്. ഫോൺ എടുക്കുന്നത് സ്റ്റാൻലി ചോദിക്കുന്നത് അവിടെ ന്യൂസ് എത്തിയോ എന്നാണ്. അന്നേരം എന്താ ലാലിച്ച നീ പറയുന്നത്, നിന്നോട് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടല്ലേ അന്ന് പോകുന്നത്, ഈ മാതിരി പരിപാടി കാണിച്ചേക്കരുത്, എന്നിട്ട് നീ എന്താ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പം സ്റ്റാൻലി പറയും, ഞാനൊരു തീരുമാനം എടുത്തു, അതങ്ങ് നടപ്പിലാക്കി, പിന്നെ അപ്പച്ചനോട് പറയണം എന്ന് തോന്നിയതുകൊണ്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ, പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പം അത് കുട്ടിച്ചായം പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അന്നേ ഒരു കാര്യം പറഞ്ഞിട്ടാണ് പോകുന്നത്, ഇതുപോലുള്ള വേലിയൊന്നും എടുത്ത് തലയെ വെച്ചേക്കരുത് എന്ന്. ഇനി നീ നാട്ടുകാരോടും വീട്ടുകാരോടും ബാക്കിയുള്ളവരോടൊക്കെ എന്നാ പറയൂടാ, നിൻ്റെ ഭാര്യ വീട്ടുകാരോട് നീ എന്നാ പറയും, ഭാര്യയും മക്കളൊക്കെ നിനക്കുള്ളതാണ്, അത് നിനക്കറിയത്തില്ലേ? അത് മാത്രമാണോ, നിൻ്റെ കൂടപ്പിറപ്പുകളുണ്ട്, അവരുടെ കുട്ടികളുണ്ട്, പള്ളിയുണ്ട്, പട്ടക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, ഇവരോടൊക്കെ നീ എന്ത് മറുപടി പറയും? ഇനി നിനക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, എല്ലാവരോടും ഞാൻ മറുപടി പറഞ്ഞോളാം, ഇതിൻ്റെ പേരിൽ എന്ത് കലാപം ഉണ്ടായാലും അത് പരിഹരിക്കാൻ എനിക്കറിയാമെന്ന് പറയുമ്പോൾ അതൊന്നും അല്ല ലാലിച്ച ഇനി സംഭവിക്കാൻ പോകുന്നത്, നീ ഈ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് കൂടി ചോദിക്കും. അന്നേരം ഇല്ല ഞാൻ ആരോടും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നീ നിൻ്റെ പണിക്കാരോട് പറഞ്ഞില്ലേ, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നാണ് അടുത്ത ചോദ്യം. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ അവർ വേറെ കഥ ഉണ്ടാകും, അതിനേക്കാൾ നല്ല ഇത് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പം അതൊന്നുമല്ല, ഇനി അവരത് നാട് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ, നീ എന്ത് പൊട്ടത്തരവാണ് കാണിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പൊട്ടത്തരവും ഇല്ല, ഇതിൻ്റെ പേരിൽ അപ്പച്ചൻ എന്നോട് വഴക്കിന് വരണ്ട എന്ന് പറയുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ട് ഔതുക്കുട്ടിച്ചായൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് സ്റ്റാൻലിയോട്. അത്രയും കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ സ്റ്റാൻലി അലീനയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അലീനയോട് പറയുവാണ്, ആ ബാലേന്ദ്രൻ മേനോന് ഇവിടെ വന്ന സമയത്ത് ഒരുപാട് തവണ അത് അയാളെ അച്ഛ എന്ന് മോള് വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു, പക്ഷെ ഒരിക്കൽ പോലും നീ എന്നെ പപ്പാന്ന് വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരുടെ സംസാരിച്ച് ഒന്ന് മയപ്പെട്ട് രണ്ടുപേരുടെ ഷേക്കാൻ്റെയൊക്കെ കൊടുക്കുന്നുണ്ട്. അലീന കുറച്ച് ചിരിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാണ് നമ്മുടെ ഔതുക്കുട്ടിച്ചായൻ്റെ പ്രവേശനം. ഔതുക്കുട്ടിച്ചായൻ വരുന്നു, കട്ടക്കലിപ്പിലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ എവിടുത്തെ മകളാണെങ്കിലും ശരി അവളെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോരുന്നത്. പക്ഷേ ഇതെല്ലാം അലീനയെ കാണുന്ന ആ ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു സമയം തൊട്ട് അലീനയുടെ ഫാനായി മാറുവാണ് അപ്പോൾ അച്ഛൻ. പിന്നെ അലീനയുടെ കൂടെയാണ് നടക്കുന്നതല്ല, അലീന എന്ന് പോലും വിളിക്കുകയില്ല ഔതുക്കുട്ടിച്ചായൻ വിളിക്കുന്നത് എൻ്റെ ചിന്നമ്മ എന്നാണ്. അതുപോലെ ഭയങ്കര ഇഷ്ടമാകും അലീനയോട്. ഏതായാലും ആ ഒരു രംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.